ആദ്യമായി എനിക്ക് പറയാനുള്ളത് എൻ്റെ മകന് അമ്മ നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചിട്ടാണ്. 6 വർഷമായിട്ട് അലർജി, ഭയങ്കരമായ സിവിയർ അലർജി ആയിരുന്നു അവനുണ്ടായിരുന്നത്. അതായത് ഫുഡ് അലർജി, ഇറച്ചിയോ മീനോ പാലോ മുട്ടയോ സാധാരണ കുട്ടികൾ കഴിക്കുന്ന ചോക്ലേറ്റുകളോ അങ്ങനെയുള്ള ഒന്നും കഴിക്കാൻ അവന് പറ്റില്ലായിരുന്നു. ഞങ്ങളൊരു കേക്ക് മുറിക്കില്ല, ബർത്ത്ഡേക്ക് അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ മറ്റുള്ള കുട്ടികൾ കഴിക്കുന്ന കാണുമ്പോൾ അവന് ഭയങ്കര വിഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫംഗ്ഷന് പോലും പോകാറില്ലായിരുന്നു. ഒരു ദിവസം അവന് ഭയങ്കരമായിട്ട് അലർജി കൂടിയിട്ട് അസ്ഫിക്സിയ, അതായത് SpO2 ഓക്സിജൻ ലെവൽ താഴ്ന്നു പോയിട്ട് അസ്ഫിക്സിയ വന്ന് ഇങ്ങനെ ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നുപോയി. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് മാതാവിൻ്റെ ഉപ്പും തൈലമൊക്കെ എടുത്ത് കുരിശു വരച്ചു. അവനെ ഹോസ്പിറ്റലിൽ, ആംബുലൻസിലാണ് കാരിത്താസ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പോഴൊക്കെ അവർ പറഞ്ഞത് കുറച്ച് നാൾ, ഒരു 10-12 വയസ്സ് കഴിയുന്നവരെ ഇങ്ങനെ തന്നെ ഉണ്ടാവും, നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്നും ഹോസ്പിറ്റലിലാണ്, മിക്കവാറും അഡ്മിഷനാവും. കടല, പരിപ്പ്, പയർ ഇങ്ങനെയുള്ള സാധനങ്ങളും ഒന്നും അവന് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു പച്ചക്കറി പോലും മിക്ക സാധനങ്ങളും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് അത്തരം ഒരു അവസ്ഥ ദൈവം തന്നല്ലോ എന്നോർത്ത് അവന് സാധാരണ കുട്ടികൾ കഴിക്കുന്ന പോലെ എല്ലാം ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റണേ, അമ്മ അതിനെ അനുഗ്രഹിക്കണേ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ അസ്ഫിക്സിയ എന്ന് പറയുന്നത് വലിയൊരു രോഗമാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും അങ്ങനെ ഒരു രോഗം വരുന്ന അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു ഭക്ഷണം ചോദിക്കുമ്പോൾ അത് മോൻ കഴിക്കേണ്ട മോനെ, അത് വേണ്ട. മറ്റുള്ള കുട്ടികൾ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ, ഒരു ചോക്ലേറ്റ് തിന്നുമ്പോൾ, സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ആണെങ്കിലും പറയും, ഒരു ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ അവർ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവരെന്നെ വിളിച്ചിട്ട് ചോദിക്കും, അവന് വിഷമമുണ്ട് കേട്ടോ, അവനതൊരു കഷ്ണം കൊടുത്തോട്ടെ എന്ന്. ഞാൻ വളരെ വേദനിച്ച് പറയും, വേണ്ട, കൊടുക്കേണ്ട മിസ്സേ. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല, അവന് കേക്ക് കഴിക്കാം. ഇപ്പോൾ ഞാൻ കുറേശ്ശെ ചിക്കനൊക്കെ കുറേശ്ശെ കൊടുത്തു തുടങ്ങി, അവന് കുഴപ്പമില്ല. അപ്പോൾ പക്ഷേ നേരത്തെ എല്ലാ ദിവസവും മരുന്ന് കഴിക്കണമായിരുന്നു. മരുന്നില്ലാതെ ഇൻഹേലർ വലിക്കാതെ ഒരു ദിവസം പോലും മുമ്പോട്ട് പോവില്ലായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പോൾ എല്ലാ ഭക്ഷണവും എൻ്റെ മകന് കഴിക്കാൻ പറ്റും. അമ്മ മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. ഒരു ഹിന്ദുവായിട്ട് കൂടി അമ്മ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചതിൽ 1 കോടി നന്ദി ഞാൻ അമ്മയ്ക്ക് പറയുന്നു.